എന്നാ ഞാൻ പോട്ടറാ. ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആണ്. സോറി, ഞാൻ നിങ്ങളാരെ ക്ഷണിക്കുന്നില്ല. ഇത് ഞാനും അവളും അവനും കൂടി തന്നെ ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചു. അല്ലാതെ പൈസ ഒട്ടിക്കാനുള്ള മടി കൊണ്ടല്ല. അത് നീ അങ്ങനെ കരുതിക്കും. ബാംഗ്ലൂരിലെ ഫ്രൈഡേ സാധനങ്ങൾ ആനന്ദകരമാക്കാൻ നീ വെള്ളോടി തുടങ്ങി. അയ്യോ, നമ്മളില്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ കുടിച്ചു മരിക്കുന്ന കാണുമ്പോ നമുക്കൊരു സുഖം, ഒരു മനസ്സിലും അത്ര അല്ല. ഏത് സാധനം? ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ജിങ്ക ചിക്ക, കൊണ്ടുവാ ജിങ്ക ചിക്ക. ജോണി വാക്കർ ഡബിൾ ബ്ലാക്കാ. ജോണേട്ടാ നിർബന്ധിക്കണം. ശരി നിർബന്ധിച്ചിരിക്കണു. വാ. ഞാൻ 2 പെഗ് അടിക്കുള്ളൂ കേട്ടോ. അല്ലേലും എല്ലാ കള്ളുപൊടി കമ്പനിയിലും കാണും ഇതേ കണക്ക് കുറച്ച് ഊളന്മാർ മാംഗോ ജ്യൂസും കുടിച്ചോണ്ട് ഉള്ള ടച്ചിങ്സ് എല്ലാം തീർക്കാനായിട്ട്. അല്ല, ഞാൻ പോട്ടേന്ന് പറയായിരുന്നു. എന്റെ മോന്റെ ബർത്ത്ഡേ ആണേ. ഞാൻ പോട്ടെടാ. പോവല്ലേ ജോണേട്ട, 2 കൂടെ അടിച്ചിട്ട് പോ. എടാ ഞാൻ പോട്ടെ. ഞാൻ ഇപ്പൊ തന്നെ അടിച്ചിരിക്കുക. ഇനി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫിറ്റ് ആവും. വണ്ടി ഓടിച്ച് അവിടെ പോകാനുള്ളതല്ലേ. കറക്റ്റ് ടൈം തന്നെ വന്നല്ലോ. ഞാൻ വിചാരിച്ചു എല്ലാ ആഴ്ചയും പോലെ ഫ്രണ്ട്സിന്റെ ഒപ്പം കുടിച്ചു കൂത്താടുമെന്ന്. അപ്പച്ചനെപ്പോ വന്നു? ഞാൻ ഉച്ചക്ക് എത്തി. അപ്പച്ച വാ തുടങ്ങാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. രണ്ടെണ്ണം കൊണ്ട് അടിച്ചിട്ട് പോ ജോണേട്ടാ. 2 കൂടെ ഉള്ളു, അതുകൊണ്ട് അടിച്ചിട്ട് പോ. എന്നാ പിന്നെ 2 കൂടെ അടിച്ചിട്ട് പോ. അന്നാ 2 കുപ്പി.
ജോണിന് നഷ്ടമായത് കുടുംബജീവിതത്തിലെ ചില നല്ല മുഹൂർത്തങ്ങളാണ്. മദ്യപാനം മനസ്സിന് ലഘുവായ രീതിയിൽ ആഹ്ലാദകരമായ ഒരവസ്ഥ സമ്മാനിക്കുമെങ്കിലും അത് തീർച്ചയായും കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കും.